നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഇവിടെ നിങ്ങള് രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ? എന്താ ഇതൊക്കെ? എന്തുവാടോ ഈ പറയുന്നേ? സാറേ, ഇവിടെ ഇരുന്നാണ് വിദ്യാമ്മ പ്രാർത്ഥിക്കുന്നത്. ഓ, സ്വന്തമായിട്ട് പീഠവും വിളക്കൊക്കെ ഉള്ള ആളാണല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, വലിയ പുള്ളിയാണല്ലോടോ. സാറേ, അവരൊരു സാധുവാ, ഞാൻ പറഞ്ഞല്ലോ. ആ, സാധുവാണോ അസാധുവാണോ എന്നൊക്കെ വിശദമായി കണ്ടതിന് ശേഷം വ്യക്തമാക്കാം. ഏതായാലും നമ്മൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നട അടച്ചു കഴിയുമ്പോ അവരോട് വരുമല്ലോ, നമുക്ക് നോക്കാം. വാ. എന്താ, നിങ്ങളാരും അന്വേഷിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആ, ഞങ്ങൾ പോലീസുകാരല്ലേ, ചില വേണ്ടപ്പെട്ടവരൊക്കെ അന്വേഷിച്ചിറങ്ങിയതാ. അല്ല, നിങ്ങളെന്താ രാത്രിയില്? ക്ഷേത്രത്തിൽ നിന്നുള്ള വരവാണെന്ന് മനസ്സിലായില്ലേ? നട അടയ്ക്കുന്നവരെ നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? നട അടയ്ക്കുന്നത് വരെ ക്ഷേത്രം ഭക്തർക്കുള്ളതല്ലേ. അവിടെ നിൽക്കുന്നതിൽ നിയമപരമായി തെറ്റൊന്നും ഇല്ലല്ലോ. നിങ്ങളെന്താ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ നോക്കുവാണോ? അയ്യോ, ഞാൻ അതിനൊന്നും ശ്രമിച്ചതല്ല. നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാന്ന് കരുതിയാണ് നിങ്ങളോട് കാര്യം അന്വേഷിച്ചത്. അല്ലാതെ രാത്രി വഴിവക്കിൽ നിന്ന് തർക്കിക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ. അവിടെ നിൽക്കണം. നിങ്ങൾ രാവിലെ എപ്പോഴാ ക്ഷേത്രത്തിൽ പോയത്? ഉഷപൂജയ്ക്ക് മുമ്പ് നടയിലെത്തും. മിക്ക ദിവസങ്ങളിലും അത്താഴ പൂജ കഴിഞ്ഞായിരിക്കും മടക്കം. അതിനിടയിലൊന്നും പുറത്തിറങ്ങാറില്ല? എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഇറങ്ങും. പക്ഷേ ഇന്നത് വേണ്ടി വന്നില്ല. ഇന്ന് നിങ്ങൾ രാവിലെ പോയതിനു ശേഷം പിന്നെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടേ ഇല്ല? ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോ സന്ധ്യക്ക് നിങ്ങളെ അവിടെ വെച്ച് കണ്ടതോ? സന്ധ്യക്കോ? എന്നെയോ? ആവാൻ വഴിയില്ല. നിങ്ങൾക്ക് ആള് മാറിയതാവും. എന്നെ അങ്ങനെ മണ്ടനാക്കല്ലേ മാഡം. ഒരാളെ ഒരു തവണ കണ്ടാൽ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളെ പോലീസിലെടുത്തത്. നിങ്ങളോട് ജീപ്പിനടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ പ്രതികളെ പിടിക്കാൻ പോയത്. എന്നിട്ട് നിങ്ങളിപ്പോ പറയുന്നു നിങ്ങൾ ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. എന്താ സാർ, കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെയാണല്ലോ സാർ എന്നോട് ഓരോന്ന് ചോദിക്കുന്നത്. സന്ധ്യയ്ക്ക് ആ വഴി വന്നില്ലെന്ന് ഞാനല്ലേ ഉറപ്പ് പറഞ്ഞത്. ഇനി അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിലാവാം. വിദ്യാമ്മേ, സാറോട് പുതിയതാ, അതുകൊണ്ടാ ചില പുതിയതും പഴയതൊന്നും ഈ കാര്യത്തിൽ വിഷയമേ അല്ല. ഞാൻ ഇവരെ കണ്ടു എന്നുള്ളത് എനിക്കുറപ്പാ. ഇപ്പൊ തൽക്കാലം പൊക്കോളൂ. നിങ്ങൾ സന്ധ്യയ്ക്ക് ആ വഴി വന്നു എന്നുള്ളതിന്റെ തെളിവ് ഞാൻ ഒപ്പിച്ചോളാം. ആയിക്കോട്ടെ.
അമ്പലത്തിന് ചുറ്റുമുള്ള CCTV ദൃശ്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ഇന്നവര് ഏതൊക്കെ സമയത്ത് പുറത്തിറങ്ങി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം. സർ, നമുക്കവരെ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവരങ്ങനെ കുഴപ്പം പിടിച്ച സ്ത്രീയൊന്നുമല്ല. താൻ പറയണതങ്ങ് അനുസരിച്ചാ മതി. സർ, വാ പോ. ദേവുട്ടി, എന്താ ദേവുട്ടി, എന്തു പറ്റി? എന്തിനാ നീ സങ്കടപ്പെടുന്നേ? ഓ, നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയവരെ പോലീസുകാര് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തെന്നോ? അതൊരു നല്ല വാർത്തയല്ലേ? അതിന് സങ്കടപ്പെടുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. പോലീസുകാരെന്നെ അന്വേഷിച്ച് ഇവിടെ വന്നതിൽ നീ പരിഭ്രമിക്കേണ്ട ദേവുട്ടി. അവരുടെ സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. ആ ഓട്ടോക്കാരന്റെ പറച്ചിലിൽ സംശയം തോന്നിയിട്ടാ അവരെന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്. നീ പേടിക്കണ്ട കുട്ടി, അതുകൊണ്ടൊന്നും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എന്തായാലും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയല്ലോ, അത് നന്നായി. അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് കിട്ടുമെന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞിരുന്നു. നിന്റെ അനിയനെ അവരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റണം എന്നുള്ള നിന്റെ പ്രാർത്ഥന ദേവി കേട്ടിരിക്കുന്നു. അതാവും ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ പ്രാർത്ഥന ഇപ്പൊ ഫലം കണ്ടില്ലേ?